കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ 2-ാം സ്കന്ധത്തിലെ 10-ാം അധ്യായമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. ശ്രീ ശുക മഹർഷി പറയുന്നു, ഭാഗവതത്തിലെ 3യ സ്കന്ധം മുതൽ 12 സ്കന്ധം വരെ ഉള്ളതായ 10 സ്കന്ധങ്ങളിൽ 10 ലക്ഷണങ്ങളായി പ്രതിപാദിച്ചിട്ടുണ്ട്. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം, ഇങ്ങനെ 10 ലക്ഷണങ്ങളായിട്ടാണ് 3യ സ്കന്ധം മുതൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതാണ് 1-ാം ശ്ലോകത്തിൽ തന്നെ അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയ മന്വന്തര ഈശാനുകഥ നിരോധോ മുക്തിരാശ്രയ എന്ന് പറയുന്നത്. 10ാമത്തേതായിട്ടുള്ള ആശ്രയത്തെ അനുഭവസ്വരൂപമാക്കി തീർക്കാനായിട്ടാണ് മഹാത്മാക്കൾ വേദങ്ങളിൽ പ്രതിപാദിച്ച സ്വരൂപം കൊണ്ടും വേദത്തിൻ്റെ താൽപ്പര്യമനുസരിച്ചും സർഗം മുതലായ 9 ലക്ഷണങ്ങളെ വർണ്ണിച്ചിരിക്കുന്നത്. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഇഹ ലക്ഷണം. ആശ്രയം എന്നുള്ളത്, ആ ആശ്രയം എന്നുള്ളത് ഇനി പറയും. സ ആശ്രയ പരം ബ്രഹ്മ. ആശ്രയം എന്നുള്ളത് പരമാത്മസ്വരൂപത്തെ തന്നെയാണ്, ഭഗവാനെ തന്നെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ആ പരമാത്മാവാണ് സമ്പൂർണമായി ആശ്രയണീയനായിട്ടുള്ളത്. ആ ഈശ്വര ആശ്രയത്തോടുകൂടി ആ ഈശ്വരനിൽ ഭക്തി വളർത്തി തൻ്റെ കർത്തവ്യ കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക. അതാണ് നമുക്ക് ഈ ലോകത്ത് ചെയ്യാനുള്ളത്. ഭാഗവതം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതും അതുതന്നെയാണ്. കാരണം നമ്മളെല്ലാം ഈ ലോകത്ത് ജനിച്ചു വന്ന് ജീവിക്കുന്നു. എത്ര കാലമാണ് നാം ഓരോരുത്തരും ജീവിക്കുക എന്ന് നമുക്ക് ആർക്കും കൃത്യമായി പറയാൻ സാധിക്കില്ല. എങ്കിലും ഈ ജീവിക്കുന്ന കാലം സന്തോഷമായി ജീവിക്കുക, സംതൃപ്തിയോടെ കൃതകൃത്യനായി ഈ ലോകം വിട്ടുപോകാൻ സാധിക്കുക. ഇപ്പോൾ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ആ കർമ്മങ്ങൾ തനിക്ക് ഈശ്വരൻ നിശ്ചയിച്ചതാണ്, അത് ചെയ്യേണ്ടത്, വൃത്തിയായി ചെയ്യേണ്ടത് തൻ്റെ കർത്തവ്യമാണ് എന്നുള്ള ബോധത്തോടുകൂടി ഈശ്വരാർപ്പണമായി ആ കർമ്മം ചെയ്യുക. കാരണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പത്ത് അനിവാര്യമാണ്. ഈ സമ്പത്ത് നമുക്ക് കർമ്മങ്ങളിലൂടെ മാത്രമേ ആർജിക്കാൻ സാധിക്കൂ. മാത്രമല്ല, കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന സമയത്ത്, എന്തിനാണ് ഈ കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി ചെയ്യേണ്ടത് എന്നുള്ളതും വളരെ വ്യക്തമായി പറയുന്നു. കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന സമയത്ത് ഭഗവാൻ തന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹത്താലും ഭഗവാന്റെ ശക്തിയാലുമാണ് താൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. എപ്രകാരമാണോ വൈദ്യുതി പോയി കഴിഞ്ഞാൽ, കറണ്ട് ഇല്ലെങ്കിൽ വൈദ്യുത ഉപകരണങ്ങളെല്ലാം നിശ്ചലമായി തീരുന്നത്, ഇതുപോലെ തന്നെ ആ സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ, ആ ഭഗവാന്റെ ശക്തിയില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നിദാനമായിട്ടിരിക്കുന്നത് സർവേശ്വരനായിരിക്കുന്ന ആ ഭഗവാന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ താൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്താലും ശക്തിയാലുമാണ് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അഹങ്കാരം ഉദയം ചെയ്യുന്നില്ല. കാരണം അഹങ്കാരമാണ് നമ്മുടെ അധപ്പതനത്തിന് കാരണമായി തീരുന്നത്. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യാൻ പറയുന്നത് നമുക്ക് ഈ അഹങ്കാരം വരാതിരിക്കാനാണ്. അഹങ്കാരം വരാതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കർമ്മങ്ങളെല്ലാം അന്ധക്കരണ ശുദ്ധിക്ക് കാരണമായി തീരും. അത് കർമ്മയോഗമായി തീരും. ആ കർമ്മയോഗത്തിലൂടെ ക്രമേണ നമ്മുടെ അന്ധക്കരണം ശുദ്ധമായി തീരും. ശുദ്ധമായി തീരുന്ന സമയത്ത് ഭഗവാനിൽ ഭക്തി നമുക്ക് വർദ്ധിക്കും.
ആ ഭഗവത് ഭക്തിയിലൂടെ തൻ്റെ സ്വരൂപം എന്താണ് എന്നുള്ളതും നമുക്ക് ബോധിക്കാൻ സാധിക്കും. ഇതെല്ലാം കൊണ്ടാണ് ഇവിടെ ഈ ദശമസ്യ വിശുദ്ധ്യർത്ഥം 10ാം ലക്ഷണമായിരിക്കുന്ന ആശ്രയം എന്നുള്ളതിനെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്, അതിനെ അനുഭവസ്വരൂപമാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് മഹാത്മാക്കൾ സർഗം തുടങ്ങിയ 9 ലക്ഷണങ്ങളെ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നിവിടെ പറഞ്ഞത്. മാത്രമല്ല, കഴിഞ്ഞ 9ാം അധ്യായത്തിൽ ചതുശ്ലോകി ഭാഗവതത്തിലൂടെ ആരാണ് പരമാത്മാവ് എന്നുള്ളതും ഈ കാണുന്നതായ ലോകത്തിൻ്റെ അസ്തിത്വം എന്താണ് എന്നുള്ളതും എന്തുകൊണ്ടാണ് നമുക്ക് ഈശ്വരനെ കാണാനോ അനുഭവിക്കാനോ സാധിക്കാത്തത് എന്നുള്ളതും എല്ലാം ചതുശ്ലോകി ഭാഗവതത്തിലൂടെ പറഞ്ഞു. അപ്പം അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി, വേണ്ട രീതിയിൽ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് മനനം ചെയ്ത് തൻ്റെ ജീവിതത്തിലേക്ക് യഥാശക്തി പ്രായോഗികമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഓരോ നിമിഷവും ആനന്ദപൂർണമായി നമുക്ക് ജീവിക്കാം. കാരണം ലോകത്തെ വിഷയങ്ങളല്ല പലപ്പോഴും നമ്മുടെ ദുഃഖത്തിന് കാരണമായി തീരുന്നത്, നമ്മുടെ ആശങ്കകളാണ്, മനോവ്യഥകളാണ്. നമ്മുടെ കണക്കുകൂട്ടലുകളാണല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. ആ കണക്കുകൂട്ടലുകളിൽ ആശങ്കകളായി തീരുന്നു. ആ ആശങ്കകൾ പലപ്പോഴും നമ്മുടെ ദുഃഖത്തിന് അല്ലെങ്കിൽ മനോവ്യഥയ്ക്ക് അഥവാ അസ്വാതന്ത്ര്യത്തിന് കാരണമായി തീരുന്നു. നാം എത്ര കണ്ട് ചിന്തിച്ചാലും വേവലാതിപ്പെട്ടാലും നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ പ്രകൃതിക്കനുസരിച്ച് മാത്രമേ നടക്കൂ. നമുക്ക് ധൃതിയുണ്ട് എന്ന് വെച്ച് ബസ്സിൻ്റെ വേഗതയ്ക്ക് വർധനവ് വരുന്നില്ല. എന്നാൽ നാം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തനിക്ക് ധൃതിയൊന്നുമില്ല എന്ന് വെച്ച് ട്രെയിനിൻ്റെ വേഗത കുറയാനും പോകുന്നില്ല. പലപ്പോഴും വേഗത്തിലെത്താൻ വേണ്ടി ട്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്ന, വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ തലയിലുള്ള ഭാരം ഇറക്കി വയ്ക്കാതെ തന്നെ വേഗത്തിൽ വീട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് ട്രെയിനിലിരിക്കുന്ന ഒരു സാധാരണ ഒരു പ്രാകൃത മനുഷ്യൻ്റെ ചിന്തയിലാണ് നമ്മളും ഈ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചിന്തകളും വേവലാതിയും നമ്മുടെ ജീവിതം ആശങ്കാപൂർണമാക്കി തീർക്കുന്നു, ദുഃഖമയമാക്കി തീർക്കുന്നു. അതുകൊണ്ട് ഈ ശ്രേഷ്ഠമായ ഈശ്വരൻ കനിഞ്ഞ് നൽകി അനുഗ്രഹിച്ചതായിട്ടുള്ള ഈ ഒരു മനുഷ്യജന്മത്തിൻ്റെ വരദാനം, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സുഖം, അതിൻ്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ ജീവിതം ഭാരമായി ദുഃഖപൂർണമായി ജീവിച്ചു മരിക്കുന്നു. അതിന് മാറ്റം വരാനുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞത്, ഈ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം. പത്താമത്തതായിട്ടുള്ള ആശ്രയത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ലക്ഷണങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം എല്ലാവർക്കും അനിവാര്യമായിട്ടുള്ള ഈ ഭാഗവതം എന്നുള്ളത് ശാസ്ത്രമാണ്. എല്ലാവരും ഇത് പഠിക്കണം എന്ന് പറയുന്നത് കേവലം മരണാസന്ന അവസ്ഥയിൽ മാത്രം ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് മാത്രം ഇത് വായിച്ചാൽ മതി, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ആളുകൾ മാത്രമേ ഭാഗവതം കേൾക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് വരാം. അതിനപ്പുറമായി എങ്ങനെ നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാക്കി തീർക്കാം, സന്തോഷപൂർണമാക്കി തീർക്കാം, സംതൃപ്തിയുള്ളതാക്കി തീർക്കാം എന്നുകൂടി നമ്മുടെ ആചാര്യന്മാർ ഇതിൽ വിഭാവനം ചെയ്യുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ 9 ലക്ഷണങ്ങൾ 10ാമത്തത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു, മായയിൽ ഉള്ളതായ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ ക്ഷോഭം കൊണ്ട് ആ അധിഷ്ഠാനമായിരിക്കുന്ന പരബ്രഹ്മത്തിൽ നിന്ന് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചേന്ദ്രിയങ്ങൾ,
കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾ, വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇവയുടെ ഉത്പത്തി ഉണ്ടാകുന്നതിനെ പ്രതിപാദിക്കുന്നതാണ് സർഗം എന്ന് പറയുന്നത്. ഈ 10 ലക്ഷണങ്ങളെ കുറിച്ചിട്ട് പറയുന്നു. എന്താണ് സർഗം? ഒന്നാമത്തെ ലക്ഷണം സർഗം എന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂതമാത്ര ഇന്ദ്രിയ ധിയാം ജന്മ സർഗ ഉദാഹൃത. ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നുള്ള പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളെ അറിയുന്നത് ശബ്ദസ്പർശ രൂപരസ ഗന്ധരൂപത്തിലാണ്. അതിന് 5 തന്മാത്രകളെന്ന് പറയും. അതുകൊണ്ട് മാത്രകൾ മീയത്തെ അനയാ ഇതി മാത്ര എന്ന് പറയും. ഈ ഗന്ധാദികളിലൂടെയാണ് നാം വിഷയങ്ങളെ അറിയുന്നത്. ഇങ്ങനെയാണല്ലോ അറിയുന്നത്. 5 രീതിയിലാണ്. കണ്ടറിയുന്നു, കേട്ടറിയുന്നു, രുചിച്ചറിയുന്നു, തൊട്ടറിയുന്നു, മണത്തറിയുന്നു. ഇങ്ങനെ 5 രീതിയിലാണ് നാം ഈ ലോകത്തെ അറിയുന്നത്. അതുകൊണ്ടാണ് പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത്. പിന്നെ അറിയുന്നതിന് വേണ്ടി നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. അതാണ് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എന്നിങ്ങനെയുള്ളതായ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അതിലൂടെയാണ് നാം ശബ്ദത്തെ കേട്ടറിയുന്നു, രൂപത്തെ കണ്ടറിയുന്നു, സ്പർശത്തെ തൊട്ടറിയുന്നു, രസത്തെ രുചിച്ചറിയുന്നു, ഗന്ധത്തെ മണത്തറിയുന്നു. ഒപ്പം നമുക്ക് 5 കർമ്മേന്ദ്രിയങ്ങളുമുണ്ട് പ്രവൃത്തിക്ക് ഹേതുവായിട്ട്. കയ്യ്, കാല് തുടങ്ങിയതായിട്ടുള്ള 5 ഇന്ദ്രിയങ്ങളും ഇവയെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള മനസ്സ് എന്നുള്ളതും, അല്ലെങ്കിൽ ബുദ്ധി, അന്ധക്കരണം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്പത്തി എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനാണ് സർഗം എന്ന് പറയുന്നത്. അതാണ് തൃതീയ സ്കന്ധത്തിലെ വിഷയം എന്ന് പറയുന്നത്. ഈ തത്വങ്ങളൊക്കെ കൂടിച്ചേർന്ന് ബ്രഹ്മാണ്ഡമായി തീരുന്നു. ബ്രഹ്മാണ്ഡ സ്വരൂപിയായ വിരാട് പുരുഷനിൽ നിന്ന് ബ്രഹ്മദേവന്റെ ചരാചര സൃഷ്ടി ഉണ്ടാകുന്നു. അതാണ് വിസർഗം എന്ന് പറയുന്നത്. വിസർഗ പൗരുഷസ്മൃത. ബ്രഹ്മദേവന്റെ വിശേഷമായിട്ടുള്ള സൃഷ്ടികളെയാണ്, പുരുഷ സൃഷ്ടിയെയാണ് വിസർഗം എന്ന് പറയുന്നത്. അതാണ് ചതുർത്ഥ സ്കന്ധത്തിൽ വിവരിക്കുന്നത്. അനുനിമിഷം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രപഞ്ചത്തെ ഒരു നിയമത്തിൻ്റെ അതിർത്തിയിൽ ഒതുക്കി നിർത്തുന്നതിനാൽ ഭഗവാൻ ഉണ്ടാകുന്ന ശ്രേഷ്ഠതയാണ് സ്ഥാനം എന്ന് പറയുന്നത്. പഞ്ചമസ്കന്ധത്തിൽ അതിനെ വർണ്ണിക്കുന്നു. അതാണ് അവിടെ ഭൂഗോള വർണ്ണന, ജ്യോതിർഗോള വർണ്ണന തുടങ്ങി ലോകത്തെ വർണ്ണിക്കുന്നത് പഞ്ചമസ്കന്ധത്തിലാണ്. അതുകൊണ്ട് അതിന് സ്ഥാനം എന്ന് പറയും. പ്രപഞ്ചത്തിലെ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ വ്യത്യസ്തമായ രീതികൾ സ്വീകരിക്കുന്നുണ്ട്. അതിനെയാണ് പോഷണം എന്ന് പറയുന്നത്. ഷിഷ്ടസ്കന്ധത്തിലെ വിഷയമാണ് ഈ പോഷണം എന്നുള്ളത്. പലതരത്തിലുള്ള ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. അജാമിളൻ്റെ കഥയാകട്ടെ, വൃത്രാസുരൻ്റെ കഥയാകട്ടെ, ഇങ്ങനെ പല രീതിയിൽ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനെ പോഷണം എന്ന് പറയുന്നു. സപ്തമസ്കന്ധത്തിലാകട്ടെ കർമ്മവാസനകളെ കുറിച്ചിട്ട് പറയുന്ന ഊതികൾ എന്ന് പറയുന്ന ലക്ഷണത്തെ ആണ് വർണ്ണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഊതയ കർമ്മവാസനാഹ, കർമ്മവാസനകളെയാണ് ഊതികൾ എന്ന് പറയുന്നത്. സപ്തമസ്കന്ധത്തിൽ അവയെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നു. 14 മനുക്കളുടെ ധർമ്മപരിപാലനത്തെയാണ് മന്വന്തരം എന്ന് പറയുന്നത്. അഷ്ടമസ്കന്ധം ഈ മന്വന്തരങ്ങളുടെ വിശദീകരണമാണ്. ഭഗവാന്റെ പല വിധത്തിലുള്ള അവതാരങ്ങളും ഭക്തന്മാരുടെ ചരിത്രങ്ങളുമാണ് ഈ ശാനുകഥ എന്ന് പറയുന്നത്. നവമസ്കന്ധത്തിൽ അതിനെ വർണ്ണിക്കുന്നു. ജീവന്മാർ അവരുടെ ഉപാധിയോടുകൂടി സഗുണസ്വരൂപിയായ ഭഗവാനിൽ ലയിക്കുന്നതിനെ നിരോധം എന്ന് പറയുന്നു. നിരോധോ അസ്യ അനുശയനം ആത്മനസ്സഹ ശക്തിഭി. ജീവന്മാർ അവരുടെ ഉപാധികളോടുകൂടി അഥവാ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വിഷയങ്ങളോടുകൂടി ഏകാഗ്രമാകുന്നതിനെ നിരോധം എന്ന് പറയും. ദശമസ്കന്ധത്തിലെ വിഷയം നിരോധമാണ്.
ഏകാദശത്തിൻ്റെ വിഷയമാണെങ്കിൽ മുക്തി എന്നുള്ളതാണ്. അവിദ്യ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നു എന്നും ഞാൻ അനുഭവിക്കുന്നു എന്നൊക്കെയുള്ള അഭിമാനം ഉണ്ടാവുന്നത്. ആ തോന്നലുകളെയൊക്കെ അകറ്റി തൻ്റെ വാസ്തവ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യലാണ് മുക്തി എന്ന് പറയുന്നത്. ഏകാദശ സ്കന്ധത്തിൽ അതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ പ്രകടഭാവവും ലയവും യാതൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പരബ്രഹ്മ തത്വത്തെയാണ് ആശ്രയം എന്ന് പറയുന്നത്. ആ ആശ്രയമാണ് 12ാം സ്കന്ധത്തിൽ വർണ്ണിക്കുന്നത്. പരമാത്മാവെന്ന് പറയുന്നതും ബ്രഹ്മത്തെ തന്നെയാണ്. ആശ്രയമായ ബ്രഹ്മത്തെ ഉദ്ബോധിപ്പിക്കാനായിട്ടാണ് സർഗം മുതൽ 9 ലക്ഷണങ്ങളെ വർണ്ണിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ അഭിമാനിക്കുന്ന പുരുഷനെ ആധ്യാത്മികനെന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളെ അധിദൈവമെന്ന് പറയുന്നു. ശരീരത്തെ അഭിമാനിക്കുമ്പോൾ ആദി ഭൗതികൻ എന്നും പറയുന്നു. ഇന്ദ്രിയങ്ങളിൽ അഭിമാനിക്കുന്നതായിട്ടുള്ള പുരുഷൻ ആധ്യാത്മികൻ, അധിഷ്ഠാന ദേവതകളെ അധിദൈവമെന്ന് പറയുന്നു. ശരീരത്തെ അഭിമാനിക്കുമ്പോൾ ആദിഭൗതികം എന്നും പറയുന്നു. ഈ 3 വിധത്തിലും പറയുന്നതും ഒരേ ജീവനെ തന്നെയാണ്. ഒരേ ജീവന്റെ 3 ഭാവങ്ങളായിട്ട് പറയുന്നു. അധ്യാത്മം, അധിദൈവം, അധിഭൂതം എന്ന 3 വിധ ഭേദത്തിന് കാരണം ശരീരാഭിമാനമാണ്. കാരണം ഒരേ പരമാത്മാവ് തന്നെ ഇന്ദ്രിയങ്ങളിൽ കൂടെ അധ്യാത്മമായിട്ടും ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളിൽ കൂടി അധിദൈവമായിട്ടും ശരീരത്തിലൂടെ അതിഭൂതമായിട്ടും തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ മറ്റ് രണ്ടിനെയും അറിയാൻ കഴിയില്ല. ഇന്ദ്രിയങ്ങളില്ല എങ്കിൽ അധിഷ്ഠാന ദേവതകളെയും ശരീരത്തെയും അറിയാൻ സാധിക്കില്ല. അധിഷ്ഠാന ദേവതകളില്ല എങ്കിൽ ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും അറിയാൻ കഴിയില്ല. ശരീരമില്ലെങ്കിലോ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളെയും അറിയാൻ കഴിയില്ല. അപ്പോൾ അധ്യാത്മം, അധിദൈവം, അധിഭൂതം എന്ന 3നെയും അറിയുന്നവനും അവയ്ക്ക് ആശ്രയമായിരിക്കുന്നവനും ഈ ആത്മാവാണ്. ആത്മാവിലാണല്ലോ ഇതെല്ലാം നിലനിൽക്കുന്നത്. ആത്മാവ് തന്നെയാണ് ഇന്ദ്രിയങ്ങളിൽ കൂടിയും ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളിൽ കൂടിയും ശരീരത്തിൽ കൂടിയും വിരാട് പുരുഷനായി വിളങ്ങുന്നത്. ബ്രഹ്മാണ്ടത്തിലൂടെ പ്രകടമായി തീർന്ന വിരാട് പുരുഷൻ തൻ്റെ വാസസ്ഥാനമായി ശുദ്ധജലത്തെ സങ്കല്പിക്കുന്നു. ആ വിരാട് പുരുഷൻ 1000 സംവത്സരക്കാലത്തോളം ആ ജലത്തിൽ ശയിച്ചു. അതിനാൽ നാരം അയനമായവൻ എന്ന അർത്ഥത്തിൽ വിരാട് പുരുഷനെ നാരായണൻ എന്ന് പേര് വിളിച്ചു. നാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം, അയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയം. ആ കാരണജലത്തെ ആശ്രയമായി സ്വീകരിച്ചതുകൊണ്ട് അതിൽ ശയിക്കുന്നവൻ എന്നർത്ഥത്തിൽ വിരാട് പുരുഷനെ നാരായണൻ, ആദിനാരായണൻ എന്ന് പേരുണ്ടായി. ദ്രവ്യം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ്. അതുപോലെ കർമ്മം, കാലം, സ്വഭാവം, ജീവൻ, ഈ 5 ഘടകങ്ങളാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളത്. ദ്രവ്യം ആവശ്യമാണ്. പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആകാശം, വായു തുടങ്ങിയ പഞ്ചഭൂതങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചഭൂതങ്ങൾ അതുപോലെ അതിൽ കർമ്മം സംഭവിക്കുന്നു, പ്രവൃത്തി. അത് കാലത്തിനനുസരിച്ചാണ് സംഭവിക്കുന്നത്, കാലത്തിലാണ് സംഭവിക്കുന്നത്. അതിന് ഓരോ സ്വഭാവങ്ങളുണ്ട്. അതുപോലെ ജീവൻ, ഈ 5 ഘടകങ്ങളാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളത്. ഇതൊക്കെ ഭഗവാൻ ശ്രീനാരായണൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഭഗവാൻ ഉപേക്ഷിച്ചാൽ പിന്നെ അവയ്ക്ക് പ്രപഞ്ച സൃഷ്ടിക്ക് കഴിവില്ലാതെയായി തീരും. പ്രളയ അവസാനത്തിൽ ഭഗവാൻ നാരായണൻ യോഗതൽപ്പത്തിൽ നിന്നുണർന്ന് ഏകനായ താൻ ബലതായിത്തീരണം എന്ന സങ്കല്പം കൊണ്ട് തൻ്റെ മായ കൊണ്ട് തൻ്റെ സ്വരൂപത്തെ 3ആയി വിഭജിച്ചു. അതാണ് അധിദൈവം, അധ്യാത്മം, അധിഭൂതം എന്നിങ്ങനെ. ആ 3 വിധ ഭേദങ്ങളുണ്ടായി. വിരാട് പുരുഷൻ്റെ ശക്തി എങ്ങനെയാണ് 3ആയി വിഭജിക്കപ്പെട്ടത് എന്ന് പറയാം. സൃഷ്ടിക്കായി വ്യാപരിക്കപ്പെടുന്ന വിരാട് പുരുഷൻ്റെ ഹൃദയാകാശത്തിൽ നിന്ന് ഇന്ദ്രിയബലം, മനോബലം, ശരീരബലം ഇവയുണ്ടായി. പിന്നീട് പ്രാണനും ഉണ്ടായി. രാജാവിനെ ഭൃത്യന്മാർ എന്നതുപോലെ പ്രാണനെ അനുസരിച്ചാണ് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത്.
പ്രാണൻ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഇന്ദ്രിയങ്ങൾക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ശരീരത്തിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പ്രാണചലനം കൊണ്ടാണ് വിരാട് പുരുഷന് വിശപ്പും ദാഹവും ഉണ്ടായത്. അതിനാൽ ഭക്ഷിക്കാനും പാനം ചെയ്യാനുമായിട്ട് വായ ഉണ്ടായി. വായയിൽ നിന്ന് പിന്നീട് ജിഹ്വ ഇന്ദ്രിയുണ്ടായി. പിന്നീട് നാവ് കൊണ്ട് ഗ്രഹിക്കുന്ന 6 രസങ്ങളുണ്ടായി. എരിവ്, പുളി, ഉപ്പ്, മധുരം, കയ്പ്, ചവർപ്പ് എന്നുള്ളതായ 6 രസങ്ങളുണ്ടായി. നാവ് കൊണ്ടാണ് ഈ 6 രസങ്ങളെയും അനുഭവിക്കുന്നത്. നാവാകുന്ന ഇന്ദ്രിയം അധ്യാത്മമാണ്. രസങ്ങൾ അനുഭവിക്കുന്ന രസമെന്നുള്ളത് അതിഭൂതമാണ്. നാവാകുന്ന ഇന്ദ്രിയത്തിൻ്റെ ദേവനായ വരുണൻ അധിദൈവമാണ്. സംസാരിക്കാൻ ആഗ്രഹിച്ചതായിട്ടുള്ള ഭഗവാന്റെ വായിൽ നിന്ന് വാക്കാകുന്ന ഇന്ദ്രിയമുണ്ടായി. വിരാട് പുരുഷൻ്റെ വായിൽ നിന്ന് വാക്കാകുന്ന ഇന്ദ്രിയുണ്ടായി. വാക്കിൻ്റെ ദേവതയായ അഗ്നിയും ഉണ്ടായി. നമുക്കും അങ്ങനെയാണല്ലോ. ഇത് വിരാട് പുരുഷൻ്റെ കഥയും നമ്മുടെ കഥയും ഒരുപോലെയാണ്. കാരണം നമുക്കെന്തെങ്കിലും സംസാരിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകുന്നു. അങ്ങനെ സംസാരിക്കണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ചലനങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നു. ക്രമേണ വായ തുറക്കുന്നു, ശബ്ദം പുറപ്പെടുവിക്കുന്നു, സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഈ വിരാട് പുരുഷൻ്റെ ആ സംസാരിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്ന് വാക്ക് എന്ന ഇന്ദ്രിയുണ്ടായി. വാക്കിൻ്റെ ദേവതയാണ് അഗ്നി, അതുമുണ്ടായി. അതിൽ നിന്ന് സംഭാഷണം ഉണ്ടായി. വാക്കിന് ജലത്തിൽ കുറേ കാലം തടസ്സം അനുഭവപ്പെട്ടു. ഇവിടെ വാക്കാകുന്ന ഇന്ദ്രിയം അധ്യാത്മമാണ്, അഗ്നി അധിദൈവമാണ്, സംസാരിക്കുക എന്നുള്ളത് അതിഭൂതമാണ്. ആ വിരാട് പുരുഷന് ഘ്രാണിക്കണം എന്ന് ആഗ്രഹമുണ്ടായ സമയത്ത് പ്രാണവായു ചലിച്ചു. ആ സമയത്ത് നാസികാദ്വാരങ്ങളുണ്ടായി. നാസികയിൽ നിന്ന് ഘ്രാണേന്ദ്രിയമുണ്ടായി. ഗന്ധത്തെ അറിയുന്ന വായുവും ഉണ്ടായി. മൂക്ക് അധ്യാത്മമാണ്, വായു അധിദൈവമാണ്. ഗന്ധത്തെ അറിയുക എന്നുള്ളത് അതിഭൂതവുമാണ്. ശരീരത്തിൽ കാഴ്ചയില്ലാതിരുന്ന സമയത്ത് തന്നെയും മറ്റുള്ളവരെയും കാണണം എന്നുള്ളതായ ആഗ്രഹം ആ വിരാട് പുരുഷനുണ്ടായി. അപ്പോൾ വിരാട്ടിന് 2 കണ്ണുകളുണ്ടായി. പിന്നീട് സൂര്യനും നേത്രേന്ദ്രിയവും രൂപത്തെ ഗ്രഹിക്കലും ഉണ്ടായി. കണ്ണ് അധ്യാത്മമാണ്, സൂര്യൻ അധിദൈവമാണ്, രൂപം എന്നുള്ളത് അതിഭൂതമാണ്. ഋഷികൾ സ്തുതിക്കുന്നതായിട്ടുള്ള വേദങ്ങളെ കേൾക്കണം എന്നാഗ്രഹിച്ച സമയത്ത് വിരാട് പുരുഷന് കാതുകളുണ്ടായി. ദിഗ്ദേവതകളും ശ്രോത്രമാകുന്ന ഇന്ദ്രിയവും അതുപോലെ ശബ്ദവും ഉണ്ടായി. കാതാകുന്ന ഇന്ദ്രിയം എന്നുള്ളത് അധ്യാത്മമാണ്, ദിഗ്ദേവതകൾ അധിദൈവമാണ്, ശബ്ദം അതിഭൂതമാണ്. വസ്തുക്കളുടെ മാർദ്ദവം, കാഠിന്യം, ലഘുത്വം, ചൂട്, തണുപ്പ് ഇവയൊക്കെ അറിയണം എന്നാഗ്രഹിച്ചപ്പോൾ ആ വിരാട് പുരുഷന് ത്വക്കാകുന്ന ഇന്ദ്രിയമുണ്ടായി. അതുപോലെ തൊലിയുമുണ്ടായി. തൊലിയിൽ നിന്ന് രോമങ്ങളുണ്ടായി. ആ വിരാട് പുരുഷൻ്റെ രോമങ്ങളാണ് വൃക്ഷങ്ങളായി തീർന്നത്. പിന്നീട് വിരാട്ടിൽ നിന്ന് വായുവും സ്പർശവും ഉണ്ടായി. ത്വകേന്ദ്രിയമെന്നുള്ളത് അധ്യാത്മമാണ്, വായു അധിദൈവമാണ്, സ്പർശം അതിഭൂതമാണ്. പലവിധ കർമ്മങ്ങൾ ചെയ്യണം എന്നാഗ്രഹിച്ചപ്പോൾ വിരാട് പുരുഷന് കൈകളുണ്ടായി. ആ കൈകളെ കൊണ്ട് എടുക്കുക, കൊടുക്കുക തുടങ്ങിയിട്ടുള്ള പ്രവൃത്തി ഉണ്ടായി. ഒപ്പം ഇന്ദ്രൻ എന്ന അധിഷ്ഠാന ദേവതയുണ്ടായി. കയ്യിൻ്റെ ദേവതയാണ് ഇന്ദ്രൻ. ഇവിടെ കയ്യാകുന്ന ഇന്ദ്രിയം അധ്യാത്മമാണ്, ഇന്ദ്രൻ അധിദൈവമാണ്. എടുക്കുക, കൊടുക്കുക തുടങ്ങിയതായിട്ടുള്ള പ്രവൃത്തി എന്നുള്ളത് അതിഭൂതമാണ്. സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുണ്ടായപ്പോൾ വിരാട് പുരുഷന് കാലുകളുണ്ടായി. കാലുകളുടെ ദേവതയായിട്ടുള്ള യജ്ഞസ്വരൂപിയായ വിഷ്ണു ഉണ്ടായി. കാലുകളെ കൊണ്ട് നടന്നു ചെന്നിട്ടാണല്ലോ യജ്ഞത്തിന് വേണ്ടതായ ഹവ്യം മുതലായവയൊക്കെ സമ്പാദിക്കുന്നത്. അങ്ങനെ അതിനുവേണ്ടി കാലുകളുണ്ടായി. ഇപ്പോൾ കാല് അധ്യാത്മമാണ്, വിഷ്ണു അധിദൈവമാണ്, നടക്കുക എന്നുള്ളത് അതിഭൂതമാണ്. സന്താനം, സ്ത്രീ സുഖം, പിതൃകടം തീർക്കുന്നതിലുള്ള സംതൃപ്തി ഇവയൊക്കെ ആഗ്രഹിച്ച വിരാട് പുരുഷന് ശിഷ്ണേന്ദ്രിയമുണ്ടായി. ഉപസ്ഥമാകുന്ന ഇന്ദ്രിയവും പ്രജാപതിയും ഉണ്ടായി. സ്ത്രീ പുരുഷ സംയോഗത്തിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള സുഖം ഉപസ്ഥമാകുന്ന ഇന്ദ്രിയത്തെയും പ്രജാപതിയെയും ആശ്രയിച്ചിരിക്കുന്നു. ഉപസ്ഥം എന്നുള്ളത്
നമ്മുടെ ജനനേന്ദ്രിയം എന്നുള്ളത് അധ്യാത്മമാണ്, പ്രജാപതി എന്നുള്ളത് അധിദൈവമാണ്, സ്ത്രീ പുരുഷ സംയോഗ സുഖം എന്നുള്ളത് അതിഭൂതമാണ്. ശരീരത്തിനുള്ളിലെ മാലിന്യത്തെ പുറന്തള്ളണം എന്നാഗ്രഹിച്ചപ്പോൾ വിരാട്ടിന് ഗുദേന്ദ്രിയമുണ്ടായി. അതിൽ നിന്ന് പായു എന്ന ഇന്ദ്രിയവും മിത്രനാകുന്ന ദേവനും ഉണ്ടായി. പായു അധ്യാത്മം, മിത്രൻ അധിദൈവം. വിസർജിക്കുക എന്നുള്ളത് അതിഭൂതമാണ്. ശരീരത്തിലെ മലമെല്ലാം വിസർജനം ചെയ്യുന്നുണ്ടല്ലോ, അത് അതിഭൂതമാണ്. ഈ ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിക്കണം എന്നാഗ്രഹിച്ചതായിട്ടുള്ള വിരാട് പുരുഷന് നാഭിദ്വാരമുണ്ടായി. ആ നാഭിദ്വാരത്തിൽ നിന്ന് അപാനനും അതുപോലെ തന്നെ മൃത്യുവും ഉണ്ടായി. പുതിയൊരു ശരീരം സ്വീകരിക്കുന്ന സമയത്ത് നാഭിയിലൂടെയാണല്ലോ ഭക്ഷണമൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിന് നാഭി ഉണ്ടായി. വേറൊരു ശരീരം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ശരീരം വിട്ടുപോകണം, അതിന് മൃത്യു ഉണ്ടായി. മൃത്യുവിന് സഹായിക്കുന്നതാണ് അപാനൻ. അങ്ങനെ അതുകൊണ്ട് അപാനനും ഉണ്ടായി. ശരീരത്തിൽ നിന്ന് വേർപെടലാകുന്ന മരണം എന്നുള്ളത് അപാനനെയും മൃത്യുവിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപാനൻ എന്നുള്ളത് അധ്യാത്മവും മൃത്യു അധിദൈവവും മരണം അതിഭൂതവുമാണ്. ആഹാരപദാർത്ഥങ്ങളെ സ്വീകരിക്കണം എന്ന ആഗ്രഹമുണ്ടായപ്പോൾ വയറുണ്ടായി. അതുപോലെ അതിനകത്തുള്ള ആന്ത്രങ്ങളുണ്ടായി, നാഡികളുണ്ടായി, സമുദ്രമുണ്ടായി. ആഹാരം കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന തുഷ്ടിയും പുഷ്ടിയും, തുഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനുണ്ടാകുന്ന നിറവ്, പുഷ്ടി എന്ന് പറയുമ്പോൾ ശരീരത്തിനുണ്ടാകുന്നതായ വൃദ്ധി, അത് ആന്ത്രങ്ങളുടെയും നാഡികളുടെയും സമുദ്രത്തിൻ്റെയും സാന്നിധ്യം കൊണ്ട് ഉണ്ടായി. ആന്ത്രങ്ങളും നാഡികളും അധ്യാത്മമാണ്, സമുദ്രമെന്നുള്ളത് അധിദൈവമാണ്. ആഹാരം കൊണ്ടുണ്ടാകുന്ന തുഷ്ടിയും പുഷ്ടിയും അതിഭൂതമാണ്. മായയെപ്പറ്റി ധ്യാനിക്കാൻ ആഗ്രഹിച്ചപ്പോൾ വിരാടിന് ഹൃദയമുണ്ടായി. ഹൃദയത്തിൽ നിന്ന് മനസ്സ്, സങ്കല്പം, ചന്ദ്രൻ, ആഗ്രഹം ഇവയുണ്ടായി. മനസ്സധ്യാത്മമാണ്, ചന്ദ്രൻ അധിദൈവമാണ്. സങ്കല്പം എന്നുള്ളത് അതിഭൂതമാണ്. മനസ്സുകൊണ്ടാണല്ലോ സങ്കല്പിക്കുന്നതൊക്കെ, അത് അതിഭൂതമാണ്. ത്വക്ക്, ചർമ്മം, മാംസം, രക്തം, മേധസ്, മജ്ജ, അസ്ഥി, ഈ 7 ധാതുക്കൾ ഭൂമി, ജലം, അഗ്നി എന്ന് 3 ഭൂതങ്ങളുടെ അംശത്തിൽ നിന്നാണ് ഉണ്ടായത്. പ്രാണങ്ങൾ ആകാശം, വായു, ജലം എന്നിവയിൽ നിന്ന് ഉണ്ടായി. പ്രാണൻ. ഇന്ദ്രിയങ്ങളാകട്ടെ രജോഗുണ അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ തമോഗുണ അഹങ്കാരത്തിൽ നിന്നും ഉണ്ടാകുന്നു. സപ്തധാതുക്കൾ ഭൂമി, ജലം, അഗ്നി എന്നീ 3 ഭൂതങ്ങളുടെ അംശത്തിൽ നിന്നാണ് ഉണ്ടായത്. പ്രാണങ്ങൾ ആകാശം, വായു, ജലം ഇവയിൽ നിന്നാണ് ഉണ്ടായത്. ഇന്ദ്രിയങ്ങൾ രജോഗുണ അഹങ്കാരത്തിൽ നിന്നുണ്ടായി. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ തമോഗുണ അഹങ്കാരത്തിൽ നിന്നുണ്ടായി. മനസ്സ് പലവിധ വികാരങ്ങളോട് കൂടിയതാണ്. ബുദ്ധി എന്നുള്ളത് പുറമേയുള്ള വിഷയങ്ങളെയും അറിയുന്നു. ഇതാണ് വിരാട് സ്വരൂപിയായ ഭഗവാന്റെ സ്ഥൂല രൂപം. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അഹങ്കാരം, മഹത്വത്വം, പ്രകൃതി, ഈ 8 ആവരണങ്ങളെ കൊണ്ട് മറയപ്പെട്ടതാണ് വിരാട് സ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ സ്ഥൂല സ്വരൂപം. വിരാട് സ്വരൂപത്തെക്കാളും സൂക്ഷ്മമായി ഭഗവാന് മറ്റൊരു ശരീരമുണ്ട്. അതൊരു വിധത്തിലും അറിയാൻ കഴിയാത്തതും ഇന്ന രൂപത്തിൽ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കാത്തതും ആദിമധ്യ അവസാനങ്ങൾ ഇല്ലാത്തതുമാണ്. അത് നിത്യമാണ്, വാക്കിനും മനസ്സിനും അതീതമായിട്ടുള്ളതാണ്. അതാണ് സമഷ്ടി സൂക്ഷ്മ ശരീരം. ഭഗവാന്റെ സ്ഥൂലമായ വിരാട് സ്വരൂപവും അതിന് കാരണമായ സൂക്ഷ്മ സ്വരൂപവും രണ്ടും വാസ്തവത്തിൽ മായ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. വിവേകികളായിട്ടുള്ള ആളുകൾ ഈ 2 സ്വരൂപങ്ങളെയും പരമാർത്ഥമായിട്ട് അംഗീകരിക്കാറില്ല. കാരണം അതെല്ലാം മായികമാണ്. സ്വതേ കർമ്മമൊന്നുമില്ലാത്തവനാണെങ്കിലും പരമാത്മാവായ ഭഗവാൻ ബ്രഹ്മമാകുന്ന സ്വരൂപത്തെ സ്വീകരിച്ച് കർമ്മത്തോടു കൂടിയവനെ പോലെ തോന്നപ്പെടുന്നു. പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മാവ് എന്നുള്ള സ്വരൂപത്തെ സ്വീകരിച്ചു. പിന്നീട് ഈ സൃഷ്ടി തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുന്നവനെ പോലെ തോന്നുന്നു. ദേവൻ, മനുഷ്യൻ മുതലായ പേരുകളെയും ആ പേരുകളാൽ നിർദ്ദേശിക്കപ്പെടുന്ന രൂപങ്ങളെയും അവർക്ക് തക്ക കർമ്മങ്ങളെയും ബ്രഹ്മദേവസ്വരൂപേണ സൃഷ്ടിക്കുന്നു. പ്രജാപതികൾ, മനുക്കൾ, ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, അസുരന്മാർ, യക്ഷന്മാർ,
അങ്ങനെ നാഗങ്ങൾ, കിംപുരുഷന്മാർ, സർപ്പങ്ങൾ, മാതൃക്കൾ, വേതാളങ്ങൾ, രാക്ഷസന്മാർ, ഗ്രഹങ്ങൾ, മൃഗങ്ങൾ, പശുക്കൾ, വൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ, ഇഴജന്തുക്കൾ ഇവയൊക്കെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും. ജലത്തിലും ഭൂമിയിലും ആകാശത്തിലും താമസിക്കുന്ന ജംഗമങ്ങളായിട്ടുള്ള, അതായത് സഞ്ചരിക്കുന്നവ, സ്ഥാവരങ്ങൾ, സഞ്ചരിക്കാത്തവ ഇവയെയും. ഇപ്പോൾ ജീവികൾ രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്ന് സ്ഥാവരമെന്നും ഒന്ന് ജംഗമമെന്നും. ജംഗമമെന്ന് പറയുന്നത് സഞ്ചരിക്കുന്നവ എന്നർത്ഥത്തിൽ. സ്ഥാവരമെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നിൽക്കുന്ന വൃക്ഷങ്ങൾ തുടങ്ങിയവ. അതുപോലെ തന്നെ 4 വിധത്തിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജരായുജം, അമ്മ പ്രസവിച്ചുണ്ടാകുന്നവ. മനുഷ്യൻ, മൃഗങ്ങൾ തുടങ്ങിയതൊക്കെ അങ്ങനെയാണ്. അമ്മ പ്രസവിച്ചുണ്ടാകുന്ന ജീവികളുണ്ടല്ലോ. പശു, മനുഷ്യൻ തുടങ്ങിയതൊക്കെ അമ്മ പ്രസവിക്കുന്നതാണ്. ജരായുജം എന്നാണ് അതിനെ പറയുന്നത്. രണ്ടാമത്തെ വിഭാഗമാണ് അണ്ഡജം എന്ന് പറയുന്നത്. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പക്ഷി, പാമ്പ് തുടങ്ങിയിട്ടുള്ളതൊക്കെ. സ്വേദജം, വിയർപ്പിൽ നിന്നുണ്ടാകുന്നത് എന്ന് പറയുന്നു. കൊതുക്, മൂട്ട, പേൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ വിയർപ്പിൽ നിന്ന്. ചിലത് നമ്മുടെ വിയർപ്പിൽ നിന്നുണ്ടാകുന്നു, ചിലത് ഭൂമിയുടെ വിയർപ്പിൽ നിന്നുണ്ടാകുന്നു. അങ്ങനെയാണ്. ചൂട് കൂടുന്നതിനനുസരിച്ചൊക്കെ ഉണ്ടാകുന്നതാണല്ലോ ഈ ജീവികളൊക്കെ. നാലാമത്തേതായിട്ട് ഉദ്ഭിജം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടാകുന്നതായിട്ടുള്ള വൃക്ഷങ്ങൾ, ചെടികൾ, ലതകൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉദ്ഭിജം എന്ന് പറയും. ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നവ. ഇങ്ങനെ 4 തരത്തിലാണ് ജീവികൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ജീവനുള്ളത് കൊണ്ടാണ് അവയെ ജീവജാലങ്ങൾ എന്ന് പറയുന്നത്. ജീവജാലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളെന്ന് മാത്രമല്ല, ജനിച്ചു വളരുന്നത്, അതായത് ഉണ്ടായി വളർന്ന് നിലനിന്ന് നശിക്കുന്നത് എന്നർത്ഥത്തിലാണ് ജീവജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങൾക്കും ജീവനുണ്ട്, അവയും വളരുന്നുണ്ട്, അവയും നശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ഥാവരവും ജംഗമവും എന്ന് പ്രത്യേകം പറഞ്ഞത്. പുണ്യത്തിൻ്റെ ഫലമായിട്ടുള്ള സുഖം അനുഭവിക്കുന്നവർ, പാപഫലമായിട്ടുള്ള ദുഃഖത്തെ അനുഭവിക്കുന്നവർ, പുണ്യപാപകർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള സുഖദുഃഖങ്ങളെ മാറി മാറി അനുഭവിക്കുന്നവർ, ഇവരെയെല്ലാം ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു. സത്വഗുണപ്രധാനികളായ ദേവന്മാർ, രജോ ഗുണപ്രധാനികളായ മനുഷ്യർ, തമോ ഗുണപ്രധാനികളായ മൃഗങ്ങൾ, പക്ഷികൾ. ഇങ്ങനെ കർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള ഗതികൾ 3 വിധത്തിലാണ്. ഒന്ന് പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കുന്നു, മറ്റത് പാപത്തിൻ്റെ ഫലം അനുഭവിക്കുന്നു, മറ്റത് മിശ്രമായിട്ട് പുണ്യപാപങ്ങളുടെ ഫലം മാറി മാറി അനുഭവിക്കുന്നു. ഇങ്ങനെ 3 തരത്തിൽ. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളോടുകൂടിയവരിൽ മറ്റ് 2 ഗുണങ്ങൾ പ്രധാന ഗുണത്തെ അതിക്രമിക്കുമ്പോൾ ഓരോ വർഗത്തിലും ഉത്തമം, മധ്യമം, അധമം എന്നീ ഗതികളുണ്ടാവും. ഈ ഓരോ വിഭാഗത്തിലുണ്ടാകുന്നതാണ് വ്യത്യസ്തങ്ങളെന്ന് പറയുന്നത്. അതിലും ഇപ്പോൾ ദേവന്മാരിൽ പുണ്യം വളരെ കൂടിയവരുണ്ടാവാം, പുണ്യം കുറഞ്ഞവരുണ്ടാവാം, പുണ്യം മധ്യമമായിട്ട് നിൽക്കുന്നവരുണ്ടാകാം. അതുകൊണ്ടാണ് ഉത്തമം, മധ്യമം, അധമം എന്ന് പറയുന്നത്. മൃഗങ്ങളിലും അങ്ങനെയാണ്. ഉത്തമമായിട്ടുള്ള മൃഗങ്ങൾ ഉണ്ടാകാം, മധ്യമമായിട്ടുള്ള മൃഗങ്ങൾ ഉണ്ടാകാം, അധമമായിട്ടുള്ള മൃഗങ്ങൾ ഉണ്ടാകാം. മനുഷ്യരിലും ഇങ്ങനെ ഉത്തമരായിട്ടുള്ള മനുഷ്യരുണ്ടാകാം, മധ്യമരായിട്ടുള്ള മനുഷ്യരുണ്ടാകാം, ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള താഴ്ന്ന തരത്തിലുള്ള സ്വഭാവത്തോടു കൂടിയ മനുഷ്യരുണ്ടാകാം. ഇങ്ങനെ വ്യത്യസ്തതകൾ എല്ലാറ്റിലും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഉത്തമം, മധ്യമം, അധമം എന്നിങ്ങനെ ഗതികൾ ഉണ്ടാവുന്നു. ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ വിരാട് പുരുഷൻ തന്നെ വിഷ്ണു സ്വരൂപിയായിട്ട് മൃഗമായിട്ടും, വരാഹം തുടങ്ങിയിട്ടുള്ളതൊക്കെ അങ്ങനെയാണല്ലോ, മൃഗമായിട്ട് വരുന്നു, ദേവനായിട്ട് വാമനൻ തുടങ്ങിയ രൂപത്തിൽ, അതുപോലെ മനുഷ്യനായിട്ട് ശ്രീരാമനും ശ്രീകൃഷ്ണനും എന്നുള്ള വേഷത്തിൽ ഇങ്ങനെ അവതാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിക്കുന്നുണ്ട്. അതേ ഭഗവാൻ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തെ കാലൻ, അഗ്നി, രുദ്രൻ എന്നീ രൂപങ്ങളിൽ കാലം വരുമ്പോൾ വായുമേഘങ്ങളെ എന്നതുപോലെ തന്നിൽ തന്നെ അടക്കുന്നു അല്ലെങ്കിൽ സംഹരിക്കുന്നു. ബ്രഹ്മാവിഷ്ണു മഹേശ്വര സ്വരൂപത്തിൽ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായും രക്ഷിതാവായും സംഹർത്താവായും ഭഗവാനെ വർണ്ണിച്ചു എങ്കിലും വിദ്വാൻമാരായ ആളുകൾ ഈ സ്വരൂപത്തിലല്ല കാണേണ്ടത്. പരമാത്മാവായ ഭഗവാന്
പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലൊന്നും കർത്തൃത്വമില്ല. നമ്മൾ ഓരോരുത്തരിലും ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനം ഇല്ലാതാക്കാൻ വേണ്ടി പ്രപഞ്ചകർത്തൃത്വം പരമാത്മാവിൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും കർത്താവ് ഭഗവാനാണ് എന്ന് മനസ്സിലായാൽ തനിക്ക് ഒന്നിൻ്റെയും കർത്തൃത്വമില്ല എന്ന് ബോധ്യം വന്ന് അഭിമാനമകറ്റാൻ കഴിയും. ബ്രഹ്മാവിൻ്റെ ഉത്പത്തി ഉണ്ടായതിനാൽ ഈ കൽപ്പത്തെ ബ്രാഹ്മകൽപ്പം എന്നാണ് പറയുന്നത്. ഇതിൽ അവാന്തരകൽപ്പങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മദേവൻ്റെ പകലാണ് അവാന്തരകൽപ്പം. ഈ ബ്രാഹ്മകൽപ്പത്തിൽ മഹത്തത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങളുടെ ഉത്പത്തിയും പഞ്ചഭൂതങ്ങളുടെ കൂടിക്കലർപ്പിനാൽ ഉണ്ടാകുന്ന സ്ഥാവരം ജംഗമം മുതലായവയുടെ സൃഷ്ടിയും സാധാരണ വിവക്ഷിക്കുന്നതാണ്. കാലത്തിൻ്റെ പരിണാമത്തെയും കൽപ്പത്തിൻ്റെ ലക്ഷണത്തെയും ആദ്യം പറഞ്ഞു തരാം, പിന്നീട് പാത്മം എന്നുള്ള കൽപ്പത്തെപ്പറ്റി വർണ്ണിക്കാം. ഇങ്ങനെ ശ്രീശുക മഹർഷി പരീക്ഷത്തിനോട് പറഞ്ഞു എന്ന് കേട്ടതായിട്ടുള്ള ശൗനക മഹർഷി സൂതനോട് ചോദിക്കുന്നു, അല്ലയോ സൂത, ഭാഗവതോത്തമനായ വിതുരൻ ഉപേക്ഷിക്കാൻ പ്രയാസമുള്ള ബന്ധുക്കളെ ഉപേക്ഷിച്ച് തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു എന്ന് പ്രഥമസ്കന്ധത്തിൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർത്ഥയാത്രകാലത്ത് അദ്ദേഹം മൈത്രേയ മഹർഷിയിൽ നിന്ന് ജ്ഞാനോപദേശം സ്വീകരിച്ചു എന്നും പറഞ്ഞു. എവിടെ വെച്ചാണ് വിതുരൻ മൈത്രേയ മഹർഷിയെ കണ്ടത്? അവർ തമ്മിൽ പരമാത്മതത്വത്തെ സംബന്ധിച്ച സംവാദം എവിടെ വെച്ചാണ് നടന്നത്? വിതുരൻ എന്തൊക്കെയാണ് ചോദിച്ചത്? മൈത്രേയ മഹർഷി എന്ത് മറുപടിയാണ് പറഞ്ഞത്? വിതുരൻ ബന്ധുക്കളെ ഉപേക്ഷിക്കാനുണ്ടായ കാരണമെന്താണ്? പിന്നീട് അദ്ദേഹം എന്തെല്ലാമാണ് ചെയ്തത്? അവസാനം ഹസ്തിനാപുരത്തേക്ക് മടങ്ങി വന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറയുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് ഈ വിഷയത്തെപ്പറ്റി ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയുണ്ടായി. അതിന് ശ്രീശുകൻ മറുപടി പറഞ്ഞ രൂപത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാം എന്ന് സൂതൻ ശൗനക മഹർഷിയോട് പറഞ്ഞുകൊണ്ടാണ് ഈ 10ാം അധ്യായം ഉപസംഹരിക്കുന്നതും ഇതോടുകൂടി ഈ ദ്വിതീയ സ്കന്ധം കഴിയാണ് ചെയ്യുന്നത്. ഇനി തൃതീയ സ്കന്ധത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം ഹരി ഓം.